ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും നന്നായിട്ട് സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കഴിഞ്ഞ ചിറ്റാറ്റ് വീഡിയോനെ അത്യാവശ്യം എല്ലാവരും റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിട്ടോ. അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്, ഞാൻ ഉണ്ണിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അവൻ്റെ ഒരു കോഴ്സിൻ്റെ കാര്യം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവൻ ഇപ്പം അടുത്ത് തന്നെ കുറച്ച് ദിവസങ്ങളിലുള്ളിൽ അപ്പോൾ അത് പഠിക്കാനായിട്ട് പോവും. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പോണ സമയത്ത് വ്ളോഗ് എടുക്കുമ്പം പറയാം കേട്ടോ. തുടക്കത്തിൽ തന്നെ പറയണ്ടാച്ചിട്ടോ. വലിയ സസ്പെൻസും കാര്യങ്ങളൊന്നും ഇല്ല, അല്ലാണ്ട് അങ്ങ് ഭയങ്കര സംഭവമൊന്നല്ല. അപ്പൊ ഞാൻ എന്തായാലും ആ സമയത്ത് പറയാം. അപ്പൊ അവന് കൊണ്ടുപോകാനായിട്ട് ഞാൻ കുറച്ച് സ്കിൻ കെയർ വാങ്ങിയിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിലുള്ളതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതേ ഒരു ബോക്സ് നിറയെ സാധനങ്ങൾ. അപ്പം ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ. അവന് വേണ്ടിയിട്ട് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ആദ്യമായിട്ടാണ് ഉണ്ണി വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പോണത്, എൻ്റെ അടുത്ത് നിന്ന് മാറി നിൽക്കാൻ പോണത്. അപ്പം കുറച്ച് സാധനങ്ങൾ നമുക്ക് ഓരോരോ കാറ്റഗറി ഉണ്ടല്ലോ. അപ്പോൾ അതിൽ സ്കിൻ കെയറിൻ്റെ കാറ്റഗറിയിലുള്ള സംഭവങ്ങളാണ് ഇപ്പൊ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയ്ക്ക് പോവാം. ഒരു കൊട്ട നിറയെ സാധനങ്ങളുണ്ട്. അപ്പം ഞാൻ മുന്നേ കളക്ട് ചെയ്ത് വെച്ചതുണ്ട്, അത് ലാസ്റ്റ് കാണിക്കാം. ഇപ്പം ആദ്യം വാങ്ങിയിട്ടുള്ള ഓരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഒരു ഫേസ് വാഷ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ഡെർമാക്കോൻ്റെ ഫേസ് വാഷാണ്. 2% നിയാസനമൈഡ് സിറം ഒക്കെയുള്ള ഒരു ജെന്റിൽ ക്ലെൻസർ ആണ് കേട്ടോ. അപ്പം അവൻ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് 2-3 ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ എന്താ അവന്റെ സ്വഭാവം എന്ന് വെച്ചാൽ അവൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യില്ല. കുറച്ച് ഇടുമ്പം പിന്നെ അത് മടുക്കും അവന്. അപ്പൊ ഇത് കുഴപ്പമില്ല, അവന് ഇഷ്ടപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സിമ്പിളിന്റെ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ പ്ലമ്മിന്റെ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടുണ്ട്, ഡോട്ട് ആൻഡ് കീയുടെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അവന് ഇതും ഇഷ്ടപ്പെടും എന്നുള്ള ഇതിൽ ഞാൻ വാങ്ങിയതാണ്. ഞാനത് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല കേട്ടോ. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത റിവ്യൂ ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഞാനിത് അവന് വേണ്ടി മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അവൻ്റെ മുഖത്ത് കുറച്ച് കുരു വന്ന പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ നിയാസിനമൈഡ് ഒക്കെ ഉള്ള ഒരു ഫേസ് വാഷ് ആയിരിക്കും എന്ന് കരുതിയിട്ടാണ് ഇത് മേടിച്ചത് കേട്ടോ. ഇനി ഒരു ടോണറാണ് കേട്ടോ അവന് വേണ്ടി മേടിച്ചിട്ടുള്ളത്. ഇത് ലാക്ടോ കലാമിൻ്റെ ഒരു ടോണറാണ്. റൈസ് വാട്ടറും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ടോണറാണ് കേട്ടോ. സ്പ്രേ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ യൂസ് ചെയ്യാൻ എളുപ്പമല്ലേ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനത്തെ മേടിച്ചത്. പിന്നെ ലാക്ടോ കലാമിൻ കുഴപ്പമില്ലാത്ത നല്ലൊരു ബ്രാൻഡാണ്. എനിക്ക് കുറേ കാലം ഞാൻ ലാക്ടോ കലാമിൻ്റെ സൺസ്ക്രീൻ സ്ഥിരമായിട്ട് ഉപയോഗിച്ചിരുന്നു. അപ്പം ഇത് കുഴപ്പമില്ല. അപ്പം അവന് ഇത് ഇഷ്ടപ്പെടും എന്നുള്ള ഇതിൽ എനിക്ക് തോന്നിയിട്ട് അങ്ങനെ ഞാനിതൊന്ന് മേടിച്ചതാട്ടോ. അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണ്. പിന്നെ ഞാൻ മേടിച്ചിട്ടുള്ളത്, ഞാനിത് ഫേസ് മോയ്സ്ചറൈസർ ആണെന്ന് കരുതിയിട്ടാണ് ഇത് മേടിച്ചേട്ടോ. ഇത് വേസലിൻ്റെ ഗ്ലൂട്ടാ ഹൈ ഡ്യൂയി റേഡിയൻസ് ഫേസ് ആൻഡ് ബോഡി ലോഷൻ ആണ്. അപ്പം ഞാൻ ഒരുപാട് പേര് കണ്ടുണ്ട് ഇങ്ങനെ ഫേസിലിടണത്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് അവന് ഇഷ്ടപ്പെടും. അവന് കുറച്ച് ടേനൊക്കെ ഉണ്ട്. അപ്പം അത് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് കരുതി മേടിച്ചതാണ്. അപ്പം ഞാൻ ഇത് കാണിച്ചു കൊടുത്തപ്പോൾ അവൻ പറഞ്ഞു ഇത് ബോഡി ലോഷനാണ്, ഇത് ഫേസിലിടാൻ പാടില്ല എന്ന്. എന്നാൽ പിന്നെ ആയിക്കോട്ടെ, എന്നാൽ പിന്നെ ബോഡിയിൽ ഇട്ടോട്ടെ എന്ന് കരുതിയിട്ട് അപ്പം ബോഡി ലോഷനായിട്ട് യൂസ് ചെയ്യട്ടെ എന്ന് കരുതിയിട്ട് അപ്പം ഞങ്ങൾ തീരുമാനത്തിലെടുത്തു കേട്ടോ. തീരുമാനത്തിലെത്തി. അപ്പം ഇതാണ്. ഇത് 200 ml 400 ml തോന്നുന്നുണ്ട്. നല്ലതാണ്. ഒരുപാട് റിവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പം എന്തായാലും അവ ഉപയോഗിച്ച് നോക്കട്ടെ എന്ന് കരുതി. അപ്പം ഇതാണ് പിന്നെ മേടിച്ചത് കേട്ടോ. പിന്നെ ഞാൻ ഇതിനിടയിൽ ഞാൻ അമ്മയ്ക്കൊരു ക്രീം, ഇത് അമ്മയുടെ ക്രീമാണ് കേട്ടോ. ഇത് ഉണ്ണിക്ക് മേടിച്ചതല്ല. ഇത് ലോറിയലിൻ്റെ റിവിറ്റ ലിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ക്രീമാണ്. ഇത് പണ്ട് ഞാൻ ഇങ്ങനത്തെ ലോറിയല് പിന്നെ പോൺസ് അതിൻ്റെയൊക്കെ ക്രീമുകൾ ഉപയോഗിച്ചിരുന്നു കേട്ടോ. പിന്നെ ഒരു സമയപ്പോൾ അത് മാറ്റിയിട്ട് പിന്നെ ഞാൻ കുറച്ച് എന്താ പറയുക ഫോക്സ്റ്റൈല് അങ്ങനത്തെ ബ്രാൻഡൊക്കെയാണ് ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത്. യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശേഷം പിന്നെ ഞാൻ ഇതൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. ഈ ബ്രാൻഡുകൾ കേട്ടോ, ലോറിയൽ അതൊന്നും ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. നല്ല ബ്രാൻഡ് തന്നെയാണ്. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ കൂടുതൽ ഇഷ്ടം മറ്റേ ഡോക്ടർ ഷെത്തിൻ്റെ മോയ്സ്ചറൈസർ, അതേപോലെ ഫോക്സ്റ്റൈലിൻ്റെ മോയ്സ്ചറൈസർ, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ അതൊക്കെയാണ് ഉപയോഗിക്കുക. അപ്പം അമ്മയ്ക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് എന്താണ്, ഇതിൽ SPF ഉണ്ട്. പിന്നെ ഇത് കുറച്ച് നമുക്കിപ്പം ഒരു 35+ ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ നല്ലതാണ് ഈ ഒരു മോയ്സ്ചറൈസർ കേട്ടോ. റിങ്കിൾസിനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. SPF എത്രയാണോ 35 ഉണ്ട് ഇതിനകത്ത്. അപ്പം അമ്മയ്ക്ക് വേറെ സൺസ്ക്രീൻ്റെ ഒന്നും ആവശ്യമില്ല, പുറത്ത് പോകുന്ന ആളല്ലല്ലോ. അപ്പം ഇത് അമ്മയ്ക്ക് വേണ്ടിയിട്ട് മേടിച്ചതാണ്. പിന്നെ നമ്മൾ എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം അവൻ ഇത് മതി എന്ന് പറഞ്ഞു. അവന് മോയ്സ്ചറൈസർ പോൺസിൻ്റെ ഞാൻ മുന്നേ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നാണ്, ഞാൻ യൂസ് ചെയ്തിട്ടില്ല.
അപ്പൊ അവൻ ഇത് മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ അവന്റെ മോയ്സ്ചറൈസറായിട്ട് ഇത് ഞാൻ ഇങ്ങനെ മാറ്റി വെച്ചു. അതേപോലെ അവന് ഞാൻ മാമഅർത്തിന്റെ ഈ ഒരു ഉപ്ടാൻ ഗ്ലോ ഫേസ് വാഷ്, അപ്പൊ ഇത് ഞാൻ അവനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചത് കേട്ടോ. അത് അത്യാവശ്യം വലിയ ബോട്ടിലാകുമ്പോൾ എപ്പോഴും ഇങ്ങനെ പുതിയത് മേടിക്കണ്ടല്ലോ, കഴിയുമ്പോഴേക്കും പിന്നെ ഞാൻ കൊടുത്താൽ മതിയല്ലോ. അപ്പൊ ഞാൻ ഇത് അവന് കൊടുത്തു. ടാൻ ഉള്ളവർക്കൊക്കെ നല്ലതല്ലേ എന്ന് കരുതിയിട്ട്, അവന് കുറച്ച് ടാൻ ഉള്ളതുകൊണ്ട്. പിന്നെ അവന് വേണ്ടിയിട്ട് 2 സൺസ്ക്രീൻ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും SPF 70 ഉള്ളതാണ് കേട്ടോ. ഇത് ഒന്ന് മാറ്റ് ആണ്, ഇതൊന്ന് ഗ്ലോസി ആണ്. അപ്പം ഏതാണ് അവന് ഇഷ്ടമുള്ള വെച്ചാൽ യൂസ് ചെയ്തോട്ടെ. മഴയുള്ള സമയത്ത് ഇതും, മഴയില്ലാത്തപ്പോൾ ഇതും ഉപയോഗിച്ചോട്ടെ എന്നൊക്കെ കരുതിയിട്ട് വെച്ച് 2 എടുത്ത് വെച്ചതാട്ടോ. പിന്നെ ഞാൻ ഇപ്രാവശ്യം ആമസോണിൽ നിന്ന് ഇതെല്ലാം കൂടി മേടിച്ചപ്പം സെറ്റാഫിലിന്റെ 2 ക്ലെൻസർ കുട്ടി ബോട്ടിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇതും അവന് കൊടുത്തയക്കും. കുഞ്ഞു ബോട്ടിലാവുമ്പോൾ നമുക്ക് നല്ലതല്ല ഉപയോഗിക്കാൻ, ഇടയിലൊക്കെ മാറി നിൽക്കുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ നല്ലതാണ്. അപ്പം ഇതൊക്കെയാണ് ഞാൻ അവന് വേണ്ടിയിട്ട് അവന്റെ സ്കിൻ കെയറിന് വേണ്ടി മേടിച്ചിട്ടുള്ള പ്രോഡക്ട്സുകൾ കേട്ടോ. പിന്നെ ഇനി നമ്മൾ അവന്റെ മുടിക്ക് വേണ്ടിയിട്ടാണ്, അത്യാവശ്യം നല്ല മുടിയുള്ളതല്ലേ, അപ്പൊ മുടിക്ക് വേണ്ടിയിട്ടും കുറച്ച് സംഭവങ്ങളുണ്ട്. അത് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണിക്കാം. അപ്പം അത്രയേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം, താല്പര്യം ഉണ്ടെങ്കിൽ നോക്കാം. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് ഒരുപാട് പേര് കമന്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു വ്ളോഗ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. എന്തായാലും ഇടും കേട്ടോ. ഞാൻ ഈ 2-3 വീഡിയോസ് കഴിഞ്ഞിട്ട് വ്ളോഗ് നമ്മൾ പരമാവധി വീഡിയോസ് ഇടാൻ വ്ളോഗ് ഇടാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. ടാറ്റാ.